എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സെലീനിയത്തിലെ ലൊക്കേറ്റേഴ്സ് എന്ന കൺസെപ്റ്റാണ്. ആദ്യം ലൊക്കേറ്റേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എ ലൊക്കേറ്റർ ഈസ് എ വേ ടു ഐഡന്റിഫൈ എലമെന്റ്സ് ഓൺ എ വെബ് പേജ്. Identified locators are passed to find element method as an argument which will return a web element. അതായത് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ലൊക്കേറ്റർ എന്ന് പറയുന്നത് ഒരു വെബ് പേജിലെ എലമെന്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെബ് പേജിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാൻ ക്രോമിൽ ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഈ സ്വാഗ് ലാബ്സ് എന്നുള്ള ലോഗോ അതൊരു ഈ വെബ് പേജിലെ എലമെന്റ് ആണ്. അതുപോലെ ഈ ലോഗോ എലമെന്റ് ആണ്. അതുപോലെ ഈ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്സ്റ്റ് ബോക്സ്, പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടിയുള്ള ടെക്സ്റ്റ് ബോക്സ്, ഈ ലോഗിൻ ബട്ടണാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റുകളെല്ലാം ഓരോ എലമെന്റ് ആണ് ഈ വെബ് പേജിൽ. അപ്പം ഈ ടെക്സ്റ്റ് ബോക്സിൽ ഇപ്പം ഒരു ടെക്സ്റ്റ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സെലീനിയത്തിലെ ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ഈ പർട്ടിക്കുലർ എലമെന്റിന്റെ ലൊക്കേറ്ററെ ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ബോക്സിനകത്ത് നമുക്ക് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാസ്വേഡിന്റെ കേസിൽ അത് തന്നെയാണ്. അപ്പം പാസ്വേഡ് ലൊക്കേറ്റർ കണ്ടുപിടിക്കണം. അതുപോലെ ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്തിട്ട് മാത്രമേ അതിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. അപ്പം സെലീനിയത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലൊക്കേറ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സ്കില്ല് ആർജിക്കുക എന്നുള്ളത്. അപ്പം ലൊക്കേറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക. ഇനി നമുക്ക് സെക്കൻഡ് പോയിന്റ് എന്താ പറയുന്നത് നോക്കാം. ഐഡന്റിഫൈ ലൊക്കേറ്റേഴ്സ് ആർ പാസ് ടു ഫൈൻഡ് എലമെന്റ് മെത്തേഡ് ആസ് ആൻ ആർഗ്യുമെന്റ് വിച്ച് വിൽ റിട്ടേൺ എ വെബ് എലമെന്റ്. അതായത് നമ്മൾ ഈ യൂസർ നെയിമിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്ത ശേഷം ആ ലൊക്കേറ്റർ സെലീനിയത്തിനകത്ത് ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ്, അത് ഫൈൻഡ് എലമെന്റ് ഒരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു വെബ് എലമെന്റ് ആയിരിക്കും. അപ്പം ആ ഫൈൻഡ് എലമെന്റ് മെത്തേഡിലേക്ക് ആർഗ്യുമെന്റ് ആയിട്ടായിരിക്കണം ഈ യൂസർ നെയിമിന്റെ ലൊക്കേറ്റേഴ്സ് പാസ് ചെയ്യുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞത്. അപ്പം അത് പാസ് ചെയ്യുമ്പോൾ ഫൈൻഡ് എലമെന്റ് എന്നുള്ള മെത്തേഡ് റിട്ടേൺ ചെയ്യുന്നത് ഒരു വെബ് എലമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഈ വീഡിയോ ഞാൻ ജസ്റ്റ് തിയറി മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത വീഡിയോകളിൽ ഈ ടെക്സ്റ്റ് ബോക്സിലും അല്ലെങ്കിൽ ലോഗിൻ ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തും ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം കൂടുതൽ ക്ലിയർ ആവും. അപ്പം ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് തിയറി മാത്രമാണ് ഞാൻ പറയുന്നത്. അപ്പം സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സെലീനിയം പ്രൊവൈഡ് ചെയ്താക്കുന്ന 8 ലൊക്കേറ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ 8 ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്താണ് നമ്മൾ ഒരു വെബ് പേജിൽ ഓരോ ആക്ഷൻസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ടെക്സ്റ്റ് ബോക്സിനകത്ത് ടെക്സ്റ്റ് എൻ്റർ ചെയ്യുന്നു, അല്ലെങ്കിൽ പർട്ടിക്കുലർ ബട്ടനെ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനൊക്കെ നമുക്ക് ഈ 8 ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. ആ 8 ലൊക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ID, XPath, CSS സെലക്ടർ, നെയിം, ക്ലാസ് നെയിം, ടാഗ് നെയിം, ലിങ്ക് ടെക്സ്റ്റ്, പാർഷ്യൽ ലിങ്ക് ടെക്സ്റ്റ്. ഈ 8 ലൊക്കേറ്റർ ആണ് സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഒരു വെബ് എലമെന്റ് അല്ലെങ്കിൽ ഒരു എലമെന്റിനെ സംബന്ധിച്ചോളം ID യൂണീക്ക് ആയിട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ID തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ID എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനിപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വെബ് പേജ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യാൻ പോവുക. ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ എലമെന്റ്സിന് ഒരു ടാബ് കാണും. ഈ കാണിക്കുന്ന HTML-നാണ് DOM എന്നാണ് പറയുന്നത്, ഡോക്യുമെന്റ് ഒബ്ജക്റ്റ് മോഡൽ. അപ്പം ഇപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടെക്സ്റ്റ് ബോക്സ്, യൂസർ നെയിം ടെക്സ്റ്റ് ബോക്സിന്റെ ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പോയിന്ററെ ക്ലിക്ക് ചെയ്ത ശേഷം അടുത്ത ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു എലമെന്റിലേക്ക് ഡയറക്റ്റ് DOM ജമ്പ് ചെയ്യും. അപ്പം കറക്റ്റ് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ്, യൂസർ നെയിം ടെക്സ്റ്റ് ബോക്സിലേക്ക് കൺട്രോൾ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ID എന്നുള്ള ലൊക്കേറ്റർ കാണിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ 8 ലൊക്കേറ്ററാണ് നെയിം. നെയിം എന്നുള്ള ലൊക്കേറ്റർ നമുക്ക് ഈ ടെക്സ്റ്റ് ബോക്സിന് വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ ഈ എലമെന്റ് നമുക്ക് XPath-ഉം CSS സെലക്ടറും കൂടെ എഴുതി നമുക്ക് ഈ ഒരു എലമെന്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ ആക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ലൊക്കേറ്റേഴ്സ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത് ഞാൻ ഡെമോ ചെയ്യുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പം മനസ്സിലാക്കാനുള്ളത്, ലൊക്കേറ്റേഴ്സ് എന്നുള്ളത് ഒരു വെബ് പേജിലെ എലമെന്റ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആ ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ആ പർട്ടിക്കുലർ ടെക്സ്റ്റ് ബോക്സ് ആയിക്കോട്ടെ, ഡ്രോപ്പ് ഡൗൺസ് ആയിക്കോട്ടെ, ബട്ടൺസ് ആയിക്കോട്ടെ, അതിലൊക്കെ ആക്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേറ്റേഴ്സ് സെലീനിയം പ്രൊവൈഡ് ചെയ്യുന്ന യൂസ് ചെയ്ത് അതിൻ്റെ ആ എലമെന്റിന്റെ ലൊക്കേറ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ട് ആണ് നമ്മൾ ആക്ഷൻസ് ചെയ്യുക എന്നുള്ളത്
മനസ്സിലാക്കണം. അപ്പം യുണീക്കായിട്ട് ഐ ഡി ഉണ്ടെങ്കിൽ തീർച്ചയായും ഐ ഡി തന്നെ യൂസ് ചെയ്യുക. ഐ ഡി ഇല്ലാത്ത കേസിൽ, യുണീക്കായിട്ട് ഐ ഡി ഇല്ലാത്ത കേസിൽ ഒന്നെങ്കിൽ CSS സെലക്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്പാത്ത് യൂസ് ചെയ്യാം. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൊക്കേറ്റേഴ്സ് ആണ്. അപ്പം CSS സെലക്ടർ ലൊക്കേറ്റ് ചെയ്യാൻ ഒത്തിരി സ്ട്രാറ്റജീസ് ഉണ്ട്, എക്സ്പാത്തിനും ഉണ്ട്. അപ്പോൾ അതിന് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഐ ഡി ഇല്ലാത്ത കേസിൽ സെലീനിയം ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിരിക്കുന്ന കൂടുതലും പ്രിഫറൻസ് CSS സെലക്ടറിന് കൊടുക്കണമെന്നാണ്. CSS സെലക്ടറും യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, എക്സ്പാത്ത് യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. എക്സ്പാത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഈ ഡോമില് എക്സ്പാത്തിനെ സംബന്ധിച്ചോളം ഡോമിൽ സ്റ്റാർട്ടിങ് തൊട്ട് താഴോട്ട് വരെ ട്രാവേഴ്സ് ചെയ്ത് പോകാനും താഴെ നിന്ന് മുകളിലോട്ട് ട്രാവേഴ്സ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ CSS സെലക്ടറിന് മുകളിൽ നിന്ന് താഴോട്ട് മാത്രമേ ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആണ്. അപ്പം എക്സ്പാത്ത് ആണോ CSS സെലക്ടർ ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം എക്സ്പാത്ത് ആണ് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം രണ്ട് ഡയറക്ഷനിലേക്കും ട്രാവേഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരു മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെലീനിയം ഐഡന്റിഫൈ ചെയ്യുന്ന എലമെന്റ്സ് ഈ സ്ക്രീനിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് പോയി താഴോട്ടാണ് വരുന്നത്. അതായത് ഇവിടെ നിന്നാണ് ഐഡന്റിഫൈ ചെയ്ത് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം ഒരു യുണീക്ക് എലമെന്റ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ചില കേസുകളിൽ മൾട്ടിപ്പിൾ എലമെന്റ്സ് റിട്ടേൺ ചെയ്യാം. അപ്പം ഒരേ ലൊക്കേറ്റർ ഉള്ള സെയിം എലമെന്റ് ഈ പർട്ടിക്കുലർ വെബ് പേജിൽ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുക. അപ്പം ഈ ലെഫ്റ്റ് സൈഡിൽ സ്വാഗ് ലാബ്സിന് ലെഫ്റ്റ് സൈഡിൽ ഒരു ലൊക്കേറ്റർ, ഒരേ ലൊക്കേറ്റർ ഉള്ള ഒരു എലമെന്റും ഉണ്ട്. സ്വാഗ് ലാബ്സ് എന്നുള്ള ടെക്സ്റ്റ് കണ്ടന്റ് ഇപ്പുറത്തും റൈറ്റ് സൈഡിലും ഒരു പർട്ടിക്കുലർ എലമെന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം രണ്ടിന്റെ ലൊക്കേറ്റർ സെയിം ആയിട്ടാണ് UI ഡിസൈനർ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം സെലീനെ ആദ്യമേ ഐഡന്റിഫൈ ചെയ്യാൻ പോകുന്ന ലൊക്കേറ്റർ ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയാക്കുന്ന എലമെന്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ലൊക്കേറ്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഈ ലൊക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ആ പർട്ടിക്കുലർ വെബ്സൈറ്റിൽ നമ്മൾ ഓരോ ആക്ഷൻസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.